ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. അത് 27-ന് രാവിലെ അഞ്ചാലമ്മൂട് ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കാവനാട് ജംഗ്ഷനിൽ ഇതിൻ്റെ സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിൽ പ്രമുഖരായ നേതാക്കൾ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കോർപ്പറേഷൻ ഭരണത്തിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രം നവംബർ മാസം 5-ാം തീയതി കോർപ്പറേഷൻ കാര്യാലയത്തിന് മുന്നിൽ വലിയൊരു സമ്മേളനം സംഘടിപ്പിച്ച് ആ കുറ്റപത്ര സമർപ്പണം നടത്തുന്നുണ്ട്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KPCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. അപ്പൊ ഈ പരിപാടികളാണ് ഞങ്ങൾ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിൽ ഉണ്ട്. ഇതാണ് പറയാനുള്ളത്. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് 1/4 നൂറ്റാണ്ട് ഇടതുപക്ഷ ഭരണമാണ് ഈ കോർപ്പറേഷൻ. കൊല്ലത്തെ വികസനം എന്ത് എന്ന് ചോദിച്ചാൽ, ചിന്നക്കടയിലെ കുഞ്ഞമ്മപ്പാലം മാറി ഒരു റൗണ്ട് വന്നു. കൊല്ലത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള, കൊല്ലം നഗരത്തിന്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള ഏറ്റവും അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഓവർബ്രിഡ്ജ്. പിന്നെ വേണമെങ്കിൽ വാദത്തിന് പറയാം SP ഓഫീസിന്റെ അവിടുത്തെ ഒരു ഓവർബ്രിഡ്ജ്. അതിന്റെ അശാസ്ത്രീയത നമുക്കറിയാവുന്നതാണ്. അന്നേരം ഈ നിലയിലേക്ക് 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കൊല്ലം പണ്ട് എന്തായിരുന്നോ അതിനേക്കാൾ പിന്നിലേക്കുള്ള അവസ്ഥയിലേക്ക് എത്തി. ഒരു കോർപ്പറേഷന്റെ പ്രഥമ ഉത്തരവാദിത്വം അവിടുത്തെ ജനങ്ങളുടെ വികസനത്തിന് ഉതകുന്ന നിലയിലേക്ക് കുടിവെള്ള പദ്ധതി, പട്ടണം വൃത്തിയാക്കുന്ന നിലയിലേക്കുള്ള സുവേജ് പദ്ധതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാങ്കടവ് കുടിവെള്ള പദ്ധതി എന്ന് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞിരുന്ന പദ്ധതിയാണ്. എന്ത് ന്യായീകരണമാണ് ആ പദ്ധതി ഇങ്ങനെ വൈകിപ്പിക്കുന്നതിന് പറയാറുള്ളത്? അതായത് ഒരു കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രയോറിറ്റി എവിടെ കിടക്കുന്നെന്നുള്ളതാണ്.